السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا هدى للناس وبينات من الهدى والفرقان تبيانا وتفصيلا لكل شيء وبشرى للمؤمنين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في القسم الأخير من دورة فهم القرآن. ഖുർആൻ പഠനത്തിനുള്ള വഴിയുടെ അവസാന സെഷനുകളിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഞ്ചനാമങ്ങളെ കുറിച്ച് പഠിച്ചു. ഏതാണ് പഞ്ചനാമങ്ങൾ? 5 നാമങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞു. അബ് അഹ് ഹം ഫൂദു. ദുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അപ്പൊ അഹിന്റെയും അബിന്റെയും ഒക്കെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. നമുക്ക് എന്താ പഠിക്കേണ്ടത്? അതേപോലെ നമ്മൾ കഅന്ന പഠിച്ചു, ലാകിന്ന പഠിച്ചു. ലാകിന്ന ലാകിന്ന അജാബല്ലാഹ്. ലാകിന്ന ആരുടെ സഹോദരിയാണ്? ഇന്നയുടെ സഹോദരി. അന്ന ഒരു സഹോദരിയാണ്, ഇന്നയാണ് പ്രധാനം. ഇന്ന വഖവാത്തുഹ എന്നാണ് പറയുന്നത്. ഇന്നയും സഹോദരിമാർ. അപ്പോ ലാകിന്ന ളാലിമീന, ഇവിടെ എന്ത് ചെയ്തു? ളാലിമീനെ ഈനെ കൊണ്ട് നസ്ബ് ചെയ്തു. ലാകിന്നൽ മുനാഫിഖീന അതേപോലെ തന്നെ. ലൈത്ത പറഞ്ഞായിരുന്നോ? ഇല്ല. ലൈത്ത പറഞ്ഞു. ലൈത്തയിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ലൈത്ത എന്ന് പറയുന്നത് എന്താണ്? അഫ്ആലൽ തമന്ന എന്നാണ്. തറജ്ജി, ആകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണ് ലൈത്ത. ഓക്കെ. ഇപ്പൊ ലൈത്തൽ മുസാഫിരീന ഇദൂൻ അല്ലെങ്കിൽ ലൈത്തൽ ഖമറ താലിഉൻ എന്ന് പറഞ്ഞാൽ ഖമർ ഉദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈത്ത ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. ലൈത്തൽ ഖമറ താലിഉൻ. ലൈത്ത എന്താണ്? ലൈത്ത എന്താണ്? ഇന്നയുടെ മറ്റൊരു സഹോദരിയാണ്. ഇന്ന വ അന്ന വകഅന്ന വലാകിന്ന ലൈത ലഅല്ല. ഇന്ന വ അന്ന വലാകിന്ന വലൈത. ഇന്ന വ അന്ന വകഅന്ന വലാകിന്ന ലൈത ലഅല്ല. അപ്പൊ ലൈത ഇന്നയുടെ സഹോദരിയാണ്. അപ്പൊ എന്ത് ചെയ്തു? ലൈതൽ ഖമറ താലിഉൻ ലൈതൽ മുസാഫിരീന ആഇദൂൻ. അപ്പൊ എന്ത് ചെയ്തു? ലൈത കാരണമായി ഇദൂൻ എന്നത് ലൈത്തയുടെ സെക്കൻഡ് പാർട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് ലമ്മ് കൊടുത്തു. പൂനെ കൊണ്ട് ലമ്മ് കൊടുത്തു. ലൈത്തൽ മുസാഫിരീന ആഇദൂൻ.
ഇതെന്തിനുണ്ട് ഇത് ഖുറാന്റെ പുറത്തുനിന്നുള്ള ഉദാഹരണം കൊടുത്തെന്ന് ചോദിച്ചാൽ ലൈറ്റയ്ക്ക് ഇതേപോലെ അടയാളം വന്നതായി ഖുറാനില്ല. ഖുറാന്റെ ലഘൂകരണത്തിന്റെ ഭാഗമാണത്. ഖുർആൻ എന്ത് ചെയ്തിരിക്കുകയാണ്? വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു. അപ്പൊ എവിടെയൊക്കെ ഈ കോംപ്ലിക്കേഷനുള്ള എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഗ്രാമർ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെയൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പൊ ലൈത്ത വന്നിരിക്കുന്നിടത്തൊക്കെ എന്താണ് നമുക്ക് നോക്കാം. ലൈത്ത ഇവിടെ ലൈത്ത വരുമ്പോൾ യായും വരും. യാ ലൈത്ത, യാ ചേർന്ന് വരികയാണ്. യാ ലൈത്ത, യാ ലൈതനി കുന്തു മഅഹും. ഇവിടെ യാ ലൈതനി കുന്തു മഅഹും എന്ന് ലൈത്തയുടെ നാമം ഏതാ? ഇന്നൽ ഖമറ, ലൈത്തൽ ഖമറ എന്ന് പറഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്? ഇവിടെ ലൈത്തയ്ക്ക് കഴിഞ്ഞിട്ട് യാ ഉൽ മുത്തകല്ലിമാണ് വന്നത്, സംസാരിക്കുന്ന ആളുടെ യായാണ്. പിന്നെ ഈ ലൈത്ത എന്നത് എന്താണ്? അഫ്ആൽ തറജ്ജി എന്ന് പറഞ്ഞു. അപ്പൊ അത് ഫെയിലുകൾപ്പെട്ടതാണ്, അതൊരു ക്രിയയാണ് യഥാർത്ഥത്തില് ലൈത്ത. അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്തു? യാ വന്നപ്പോൾ, സംസാരിക്കുന്ന ആളുടെ യാ വന്നപ്പോൾ ആ ലൈത്തയുടെ അവസാനത്തെ അടയാളത്തെ സുരക്ഷിതമാക്കി നിർത്തുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? നൂൻ ചേർത്തത്. ആ നൂൻ എന്ത് പറയും? നൂനിൽ വിക്കായ എന്ന് പറയും. നമ്മൾ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ധരിക്കുന്ന പോലെ വിക്കായത്ത്, സേഫ്റ്റി നൂന്, അതാണ് നൂന്. അപ്പൊ യഥാർത്ഥത്തിൽ യാന്റെ അല്ലെ ലൈത്തയുടെ നാമം യാ ഉൽ മുത്തകല്ലിമാണ്, സംസാരിക്കുന്നവരുടെ യായ. അപ്പൊ അവിടെ അടയാളം വ്യക്തമാവുകയില്ല. സർവനാമത്തിന്റെ ഭാഗമാണത്. സർവനാമങ്ങളിൽ അടയാളം വ്യക്തമല്ല. പിന്നെ ഇന്നയുടെ സെക്കൻഡ് പാർട്ട് ഏതാ? കുന്തുമാഹും ഫൗസൻ അലീമ എന്ന് പറഞ്ഞ ജുംലയാണ്, മറ്റൊരു ഫ്രൈസ് ആണ് അതിന്റെ സെക്കൻഡ് ഭാഗം. അപ്പൊ ഫ്രൈസിലും എന്താവില്ല? അടയാളം വെളിവാകില്ല. അതുകൊണ്ട് അവിടെ ഒന്നും അടയാളം നോക്കേണ്ടതില്ല. ലൈതനി, യാ ലൈതനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എത്ര നന്നായിരുന്നു, ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് യാ വിളിക്കുമ്പോ ഖേദത്തോടു കൂടി ഇങ്ങനെ വിളിക്കുകയാണ്. ആയിരുന്നെങ്കിൽ എത്ര നന്നായി. പക്ഷെ അത് ആയില്ല, നന്നായതുമില്ല. ലൈത്തുൽ ഖമറ താലിഅൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉദിച്ചോ? ഉദിച്ചില്ല. അതുകൊണ്ട് എന്തായതുമില്ല, നന്നായതുമില്ല. ലൈത്തുൽ മുസാഫിരീന ആഇദൂന എന്ന് പറഞ്ഞാൽ മുസാഫിറുകൾ മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അവര് മടങ്ങി വന്നോ? ഇല്ല. അതുകൊണ്ട് എന്തായില്ല? നന്നായതുമില്ല. അതാണ് യാലൈതനി കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അളീമ. യുദ്ധത്തിന് മുജാഹിദുകൾ യുദ്ധത്തിന് പോയപ്പോ അവര് ഗനീമത്തും സ്വത്തുക്കളൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. അങ്ങനെയാണ് യുദ്ധത്തിന് പോകാത്തവര് പറഞ്ഞു, യാലൈതനി കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അളീമ, ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഒരുപാട് യുദ്ധമുതലുള്ള കിട്ടുമായിരുന്നല്ലോ എന്നാണ്. യാലൈതനി കുന്തു മഅഹും, ഞാൻ അവരോടൊപ്പം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ അവരോടൊപ്പം പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് നഷ്ടമായി പോയി എന്നാണ്. അപ്പൊ ഇവിടെ ഇന്നയുടെ സഹോദരിയായ ലൈത്തയുടെ അടയാളങ്ങളൊന്നും വെളിവാകുന്നില്ല. അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. യഖൂലൂന, അവർ പറയും, യാ ലൈതനാ. അപ്പൊ പരലോകത്ത് അള്ളയും റസൂലിനെയും ധിക്കരിച്ച് നടന്നിരുന്ന ജനങ്ങൾ പരലോകത്ത് വരുമ്പോ അവർ പറഞ്ഞ് ഖേദിക്കും. യഖൂലൂന, അവർ പറയും, യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. യാ ലൈതനാ അതഅന അല്ലാഹ, ഞങ്ങൾ അള്ളയെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങൾ അള്ളയെ അനുസരിച്ചില്ല, അതുകൊണ്ട് നന്നായതുമില്ല എന്നർത്ഥം. അതഅന അല്ലാഹ വഅതഅന റസൂല, റസൂലിനെയും അനുസരിച്ചു. അവിടെ റസൂലിന് എന്താണ്? നീട്ടി നിർത്തേണ്ട ഭാഗമാണ് കേട്ടോ. റസൂല എന്നാണ്.
അതേപോലെ യഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ. പിന്നെ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വായിക്കാറുള്ളതാണ്. യഖൂലു, അവൻ പറയുന്നു, യാ ലൈതനി ലം ഉശ്രിക്, ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലം ഉശ്രിക് ബിറബ്ബി അഹദൻ, റബ്ബിനോട് ഞാൻ ആരെയും പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ ഞാൻ അള്ളാഹു റബ്ബിൽ ആരെയെല്ലാമോ പങ്കു ചേർത്തു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ ശിക്ഷയ്ക്ക് അർഹനായി തീർന്നിരിക്കുന്നു എന്നാണ്. അപ്പോ ലൈത്ത അല്ലെങ്കിൽ യാ ലൈത്ത വന്നിരിക്കുന്നിടത്തൊന്നും അടയാളം വെളിവാകുന്ന രീതിയിൽ വന്നിട്ടില്ല. ഓക്കെ, പക്ഷേ ഇത് നമ്മളൊരു വാക്കാണ്, ഒരു പ്രയോഗമാണ്, മനസ്സിലാക്കിയിരിക്കേണ്ടത് കൊണ്ട് നമ്മൾ അതിവിടെ എടുത്ത് കൊടുത്തതാണ്. അതേപോലെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, സൂറത്ത് യാസീൻ. യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പോ യാ ലൈത, അപ്പൊ യാ ലൈത എന്ന വാക്ക് ഏതെല്ലാം രീതിയിൽ ഖുർആനിൽ വന്നിരിക്കുന്നു എന്നതൊക്കെയാണ് ഇവിടെ എടുത്തു കൊടുത്തിരിക്കുന്നത്. യാ ലൈത ഹൂ ഇല്ല, യാ ലൈത ഹൂം ഇല്ല, യാ ലൈത ക ഇല്ല, യാ ലൈത കും ഇല്ല. പിന്നെന്താ ഉള്ളത്? യാ ലൈത നീയുണ്ട്, യാ ലൈത നായുണ്ട്, യാ ലൈത ഹായുണ്ട്. വന്നോ ഇവിടെ ഹാ? യാ ലൈത ഹാ കാനത്തിൽ ഖാദിയ വന്നിട്ടുണ്ട്. ഹാ കാനത്തിൽ ഖാദിയ, യാ ലൈത ഹാ കാനത്തിൽ ഖാദിയ വന്നിട്ടുണ്ട്. അത് അവസാനത്തെ അതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ മരണം എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ വെച്ചുള്ള ആ മരണം കാനത്തിൽ ഖാദിയ, അത് അവസാനത്തേതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈത ഹാ വന്നിട്ടുണ്ട്. അതേപോലെ യാ ലൈത എന്ന് പ്രത്യേകവും വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രത്യേകം വന്നപ്പോഴോ, ഇപ്പൊ യഥാർത്ഥത്തിൽ യാ ലൈതയുടെ ശേഷം വരുന്ന നാമത്തിനാണ് എന്ത് വരേണ്ടത്? നസ്ബ് വരേണ്ടത്. അപ്പോ യാ ലൈതയുടെ ശേഷം ഖുർആനിൽ വന്നിരിക്കുന്നത് യാ ലൈത മാത്രം വന്നിട്ട് നാമം വേറെ വന്നിരിക്കുന്നത് ഒരു സ്ഥലത്ത്, അതായത് ആ സന്ദർഭത്തിൽ പോലും എന്ത് ചെയ്തിരിക്കുകയാണ്, അപ്പൊ യാ ലൈതയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നു? കൗം എന്ന നാമം വന്നു. പക്ഷെ കൗം എന്ന നാമത്തിന് കൂടെ എന്റെ എന്ന യാ കൂടി ചേർന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? കൗമിന് ഫത്തഹ കൊടുക്കാൻ പറ്റില്ല. ഫത്തഹ വെളിവാവുകയില്ല. യഥാർത്ഥത്തിൽ ഫത്തഹാണ്, അല്ലെങ്കിൽ നസ്ബാണ് കൗമിന് ഉള്ളത്. പക്ഷെ യാ ഉൽ മുത്തക്കല്ലിം ചേർന്ന് വന്നുകൊണ്ട് അവിടെ കസ്ർ വെളിവാകാതെ, അല്ല ഫത്തഹ വെളിവാകാതെ കസ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എന്താണ്? അതിനോടൊപ്പം യാ ലൈതയോടൊപ്പം സർവനാമം ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത്. യാ ലൈത ഹായുണ്ട്, യാ ലൈത നീയുണ്ട്, യാ ലൈത നായുണ്ട്. ഇനി ലൈത കഴിഞ്ഞാൽ അടുത്ത ഭാഗം, അടുത്ത പദം എന്ന് പറയുന്നത് ലഅല്ല. ലഅല്ല, ലഅല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ലഅല്ല ആകാൻ വേണ്ടിയാ, ആകാൻ വേണ്ടി, അല്ലെങ്കിൽ ആയേക്കാം. ആയേക്കാം, ആകും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. അമാ യുദ്രീക ലഅല്ല സഅത ഖരീബുൻ, അമാ യുദ്രീക ലഅല്ല സഅത ഖരീബുൻ. അപ്പൊ എന്താ അർത്ഥം? അമാ യുദ്രീക, നിനക്ക് എന്തറിയാം? ലഅല്ല സഅത, സഅത്തിന് എന്തുകൊണ്ട് നസ്ബ് വന്നു? ഇന്നയുടെ സഹോദരിയായ ലഅല്ല വന്നതുകൊണ്ട്, ഇന്നയുടെ സഹോദരിയായ ലഅല്ല വന്നതുകൊണ്ട് സഅത്തിന് നസ്ബ് വന്നു. അതേപോലെ ഖരീബിന് ലം വരാനും കാരണം ലഅല്ലയുടെ സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ടാണ്. ലഅല്ല സഅത ഖരീബുൻ, അന്ത്യനാൾ
അടുത്തായേക്കാം എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ഐ ആം അഫ്രൈഡ് എന്നാണ് ലാൽഡയുടെ ഒരർത്ഥം. ലാ തദ്രി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ. ഓ ലാ തദ്രി, നിനക്കറിയില്ല. തദ്രിയുടെ മാല് എന്താണ്? ദറായതിരി പോലെ ദറായതിരി. ലാ തദ്രി, നിനക്കറിയില്ല. ലഅല്ലല്ലാഹ, ലഅല്ല ഒന്നുകൊണ്ട് ലഫ്ദുൽ ജലാലത്തിന് നസ്ബിർ ലഅല്ലല്ലാഹ. പിന്നീട് ലാലിന്റെ സെക്കൻഡ് പാർട്ട് യുഹ്ദിസു ബഅദ ദാലിക അംറൻ എന്ന ജുംലയാണ്, ഫ്രൈസാണ്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ അള്ളാഹ് അമ്മ നോക്കേണ്ട കാര്യമില്ല. അതിനുശേഷം അള്ളാഹ് മറ്റൊരു കാര്യം ഉണ്ടാക്കിയേക്കാം. അതിനുശേഷം തലാഖില്ല, സൂറത്ത് തലാഖിലായതാ. തലാഖ് ചൊല്ലിയാല് എന്ത് ചെയ്യണം? അപ്പോഴേ പറഞ്ഞയക്കുക വേണ്ടത്, പിന്നെ വീട്ടിൽ നിർത്തണോ? വീട്ടിൽ നിർത്തണം. വീട്ടിൽ നിർത്തുന്നതിന് എന്താ കാരണം പറഞ്ഞത്? അള്ളാഹു അതിനുശേഷം മറ്റൊരു കാര്യം ഉണ്ടാക്കിയേക്കാം, അവരെ യോജിച്ച് കഴിയാൻ സാഹചര്യം ഉണ്ടാക്കിയേക്കാം. അതാ പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ യുദ്ധ കാലഘട്ടത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ പറഞ്ഞത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും തലാഖിന്റെ സന്ദർഭത്തിൽ. മൂന്നാമത്തെ തലാഖ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ തന്നെ വേണം പറഞ്ഞേക്കുക. ഇപ്പൊ ലാ തദ്രി കഴിഞ്ഞതിന് ശേഷം ലാലിലേക്ക് ശേഷം എന്ത് ചെയ്തു? ലഫ്ദുൽ ജലാലത്തിന് നസ്ബ് ലഅല്ലല്ലാഹ. പിന്നെയുള്ള എന്താണ്? പിന്നെയുള്ള ഉദാഹരണം ലഅല്ല വന്നിരിക്കുന്നത് ലഅല്ലക ബാഖിഉൻ നഫ്സക. ലഅല്ലക ബാഖിഉൻ നഫ്സക എന്ന് രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ലഅല്ലക ബാഖിഉൻ നഫ്സക എന്ന് രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. സൂറത്ത് ശുഅറയിലും സൂറത്ത് കഹ്ഫിലും. ഇവിടെ ലഅല്ലയുടെ നാമം ഏതാണ്? നസ്ബ് കൊടുക്കേണ്ട നാമം ലഅല്ലയോടൊപ്പം ചേർന്ന് വന്ന സർവനാമമാണ്. അപ്പോ അവിടെ നസ്ബുണ്ടോ? ലഅല്ലക്ക് നസ്ബുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്. എവിടെയുണ്ട്? കായുടെ മുകളിൽ കിടക്കുന്ന നസ്ബ. നമ്മൾ നസ്ബ് എന്ന് വേറൊരു പേര് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഫതഹിന് ലാന്റെ മുകളിലുള്ളൂ. ലാലിന്റെ മുകളിലാണ്. ലാലിന്റെ മുകളിലാണ് നസ്ബ്. അപ്പൊ ലാല്ല എന്നുള്ളത് ലാലി ആകുമോ? നമ്മൾ നസ്ബ് എന്ന് ഒരു പേര് കൊടുക്കുന്ന, നസ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിന്റെ പേരാണ്, അടയാളത്തിന്റെ പേരല്ല. നസ്ബ് എന്ന് പറയുന്നത് സ്ഥാനത്തിന്റെ പേരാണ്, അടയാളത്തിന്റെ പേരല്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്തു? ഇവിടെ ഈനെ കൊണ്ട് നസ്ബി എന്ന് പറഞ്ഞില്ലേ? അപ്പോ നസ്ബി എന്ത് ചെയ്തു? അവിടെ ലൈസൽ മുസാഫിരീന വന്നു. അപ്പോ അവിടെ നസ്ബ് എന്ന് പറയുന്ന ഒരു അടയാളമല്ല, മറിച്ച് എന്താണ്? ഒരു സ്ഥാനമാണ്. ഇവിടെ ലാലിലെ കായുടെ മുകളിൽ കിടക്കുന്നത് എന്താണ്? കായുടെ മുകളിൽ കിടക്കുന്നത് ഫതഹാണ്, അത് നസ്ബല്ല. അതേസമയം നമുക്ക് ലാലില സഅത എന്ന് പറഞ്ഞെടുത്ത് നസ്ബാണെന്ന് പറയാം. എങ്ങനെ നസ്ബാണ്? ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. ഇവിടെ ലാലിലക്ക നസ്ബ് വെളിവാകുന്നില്ല കേട്ടോ, മറിച്ച് എന്താണ്? അവിടെ പിന്നെ ഫതഹാണ്. ഫതഹിന്റെ മേൽ എന്താണ്? മബിനിയാണ് എന്നാ പറയുക. ഫതഹിന്റെ മേൽ മബിനിയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? അടയാളം വെളിവാകുന്നില്ല. ബാഹുൻ എന്നത് റഫ് ചെയ്യപ്പെട്ടു, കാരണം ലഅല്ലയുടെ സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട്. നഫ്സക എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവം.
ഓക്കെ. അപ്പൊ ഈ ലഅല്ല അടയാളം വ്യക്തമാകുന്ന രീതിയിൽ വന്നിരിക്കുന്നത് ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെയാണ്. ലഅല്ലയുടെ അടയാളം വ്യക്തമാകുന്ന രീതിയിൽ വന്നിരിക്കുന്നത് ഈ സ്ഥലങ്ങളിലാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താണ് വന്നിരിക്കുന്നത്? ലഅല്ല 121 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിന്റെ അടയാളം വെളിവാകുന്ന രീതിയിൽ വന്നിരിക്കുന്നത് ഇത്രയും സ്ഥലങ്ങളിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തൈസീറുൽ ഖുർആൻ ലഘൂകരണ, ഖുർആന്റെ ഭാഷ ലഘൂകരണത്തിന്റെ ഭാഗമായിട്ടാണ് അത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് ലഅല്ലയുടെ കൂടെ സർവനാമം ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത്. ലഅല്ലഹു ഉണ്ട്, ലഅല്ലഹും ഉണ്ട്, ലഅല്ലക ഉണ്ട്, ലഅല്ലക്കും ഉണ്ട്, ലഅല്ലി ഉണ്ട്, ലഅല്ലന ഉണ്ട്, ലഅല്ല ഹായ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ലഅല്ലഹു നമ്മൾ ലഅല്ലഹു ലഅല്ലഹു യതദക്കറു വയഖ്ശ അല്ലേ? ലഅല്ലഹും ഉണ്ട്. അതേപോലെ ലഅല്ലക ബാഖിഉൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, ഉദാഹരണം. ലഅല്ലക്കും തത്തഖൂൻ പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അതേപോലെ ലഅല്ലി അത്തലിഉ എന്ന് വന്നിട്ടുണ്ട്. ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, മൂസയുടെ ഇലാഹിലേക്ക് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഫിറഔൻ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. ലഅല്ലന എന്ന് സൂറത്ത് ശുഅറായിലോ ഖസസിലോ ആണ്. ഈ മെജിക്കാർ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? മേജിക്കാർ വന്നപ്പോ ആ മേജിക്കാരോട്, മൂസാ നബി അലൈഹി സ്വലാമിനെ പരാജയപ്പെടുത്താൻ വന്ന മേജിക്കാരോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും? മേജിക്കുകാര് മൂസാ നബിയെ പരാജയപ്പെടുത്തിയാൽ ഞങ്ങൾ ഈ മേജിക്കുകാരെ പിന്തുടരാം എന്നൊക്കെ പറഞ്ഞ കാര്യം ലഅല്ലന എന്ന് വന്നിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ എന്താണ്? ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട സംഭവം മാത്രമാണ്. ഇതിലൊന്നും എന്തില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടതായിട്ടില്ല. ലഅല്ല പരീക്ഷയ്ക്ക് ഉണ്ടാകുമെന്നോ? പരീക്ഷയ്ക്ക് ഇല്ലാതെയാണോ നമ്മൾ പഠിപ്പിക്കുന്നത്? പരീക്ഷ നമുക്ക് എന്താണ് ലഘൂകരിക്കുകയായിരിക്കും. എല്ലാം പഠിക്കുന്ന മുഴുവൻ പരീക്ഷ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവമാതിരിക്കൽ ആല്ല സാഹത്ത കരീബുൻ. അപ്പോ സാഹത്തിന്റെ അടിയിൽ വരെയിട്ട് സാഹത്തിന് എന്തുകൊണ്ടാണ് 10 വന്നു എന്ന് ചോദിച്ചാല് എഴുതണം. പിന്നീട് സൗദിയ ലാല്ല വന്നുകൊണ്ട് എന്ത് ചെയ്തു? 10 കൊണ്ട് നസ്ബ് ചെയ്തിരിക്കുന്നു. അതായത് എവിടെയൊക്കെ നമുക്ക് വ്യക്തമായ അടയാളങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഈന ഊന അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ചോദിക്കുക. ബാക്കി ഇപ്പൊ ലഅല്ലക ബാഖിഉൻ നഫ്സക അതൊന്നും ചോദിക്കാനില്ല സംഭവം. കാരണം എന്താ? അവിടെ ലഅല്ലക എന്നത് എപ്പോഴും അങ്ങനെ തന്നെ വരുള്ളൂ. മലയാളം മാറിയൊന്നും വരില്ല. അപ്പൊ അതിൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല. അതേസമയം പഠിപ്പിക്കുന്നവരും ഗ്രാമർ പുസ്തകങ്ങളിലും ഈ സംഭവം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ലഅല്ലക എന്നത് ക നസ്ബിന്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അതില് ഫത്ഹത്ത് അല്ല ഉള്ളത്. എന്താണ്? മബ്നിയുൻ അലൽ ഫത്ഹി, അവിടെ നസ്ബ് ഒഴിവാകുന്നതല്ല എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന അടയാളങ്ങളിലൂടെ വ്യക്തമാകുന്ന സന്ദർഭങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞ ലഅല്ലക ബാഖിഉൻ നഫ്സക. അപ്പൊ ബാഖിഉൻ എന്തുകൊണ്ട് ലമ്മ കൊടുത്തു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ലഅല്ലയുടെ സെക്കൻഡ് പാർട്ടാണ്, അതുകൊണ്ടാണ് ലമ്മ കൊടുത്തത്. അതുപോലുള്ള സിമ്പിൾ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഇന്നയും സഹോദരിമാരിലും ഇന്നയും അന്നയുമാണ് അധിക പ്രാവശ്യം വന്നിരിക്കുന്നത്. പിന്നീട് അന്ന വന്നിട്ടുണ്ട്, പിന്നെ ലാക്കില്ല വന്നു, ലാക്കിന്ന വന്ന ഉദാഹരണങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു തന്നു. ലൈത്തയും ലാല്ലയും വന്ന ഉദാഹരണങ്ങളും പറഞ്ഞു. ഓക്കെ. ഇനി കാനയുടെ കുറിച്ച് സഹോദരിമാരെ കുറിച്ചാണ് പരിചയപ്പെടാനുള്ളത്.
കാനയുടെ സഹോദരിമാര്. കാനയ്ക്ക് ഒരുപാട് സഹോദരിമാരുണ്ട്. ഇന്നെ പോലെ ഒന്നുമില്ല. ഇന്ന ഒരു ചെറിയ ഫാമിലിയാണ്. കാന എന്താണ്? വലിയ ഫാമിലിയാണ്. പദ്യകാരൻ പറഞ്ഞിരിക്കുന്നത് ലിക്കാന ബാത്ത സാറ അംസ ലൈസ വൽ മദാമ അക്സു മാലി ഇന്ന മിൻ അമൽ അസ്ബഹ അളഹ ബരിഹൻ ഫകഫതി സാല ബിനഹ്വി നഫിയിൽ അർബഅ. ഇവിടെ നോക്കിയാൽ മതി. ലിക്കാന ബാത്ത സാറ അംസ ലൈസ വൽ. അങ്ങനെ ഇവിടെ നോക്കിയാൽ കാന ബാത്ത സാറ അംസ ലൈസ വൽ മാദാമ. പിന്നീട് പറഞ്ഞത് അക്സു മാലി ഇന്ന എന്ന് പറഞ്ഞാൽ ഇന്നയുടെ വിപരീതമായ നിയമങ്ങളാണ് അതിനുള്ളത്. അക്സു മാലി ഇന്ന മിൻ അമൽ, അതിന്റെ അമലില് ഇന്നയുടെ വിപരീതമാണ് ഉള്ളത്. പിന്നെ പദ്യത്തിന്റെ ബാക്കി പറയുകയാണ് മാലി ഇന്ന മിൻ അമൽ അസ്ബഹ അളഹ ബരിഹ ഇൻഫക ഫതി. അസ്ബഹ അളഹ ബരിഹ ഇൻഫക ഫതി. പിന്നെ അതെന്ത് ചെയ്തു? أصبح برها انفك فتي كان بات صار أمسى ليس ظل ما دام أكسو مال إنا من عمل أصبح على برها انفك فتي زال. زال അടുത്ത പദ്യത്തിന്റെ അടുത്ത അർത്ഥ ഭാഗത്തിലേക്ക്. സാല എന്നിട്ട് എന്ത് പറഞ്ഞു? ബിനഹ്വി നഫിയി ദിൽ അർബഅ. അവസാനം പറഞ്ഞ നാലെണ്ണത്തിന് നഫി ഉണ്ടാകും. മാ ചേർന്നിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ലാ ചേർന്നിട്ടായിരിക്കും വരിക. അതാണ് മാസാല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മാസാല, മാ ഫത്തിഅ, മംഫക്ക, മാ ബലഹ എന്നൊക്കെ പറഞ്ഞു. ഇതാണ് അതിന്റെ സംഗതി. അപ്പൊ അതില് അത്രയും ചിന്തിക്കാനൊന്നുമില്ല. ബാത്ത സാറ അംസ ഒക്കെ ഒരു പ്രാവശ്യമാണ് വന്നിരിക്കുന്നത് ഖുർആനില്. ബാത്ത സാറ അംസ ഒരു പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. പിന്നെ അള്ളഹയും ഒരു പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. അതാണ് മാസാല, മാ ഫത്തിഅയും ഒരു പ്രാവശ്യമാണ്. മംഫക്ക വന്നിട്ടേ ഇല്ല ഖുർആനില്. മാ ബരഹ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. മാദാമ 7 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് നോക്കിയാല് ഏതൊക്കെ നമ്മൾ പഠിച്ചേക്കേണ്ടത്? കാനയാണ് മെയിനായിട്ട് പഠിച്ചിരിക്കുക. കാന നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കാന എത്ര പ്രാവശ്യം വന്നിരിക്കുന്നത്? 1700ഓളം പ്രാവശ്യം കാന വന്നിട്ടുണ്ട്. 1000-ലധികം പ്രാവശ്യം കാന വന്നിട്ടുണ്ട്. പിന്നെ ഏതാ പഠിക്കേണ്ടത്? അത് തന്നെ ഉള്ളു പഠിക്കേണ്ടത്. ഏതാ പറഞ്ഞ? അംസക്കയാ? ലേശയുടെ കാര്യം പറയാനുണ്ട്. പിന്നെ പഠിക്കാനുണ്ടെങ്കിൽ അസ്ബഹയാണ്. 28 പ്രാവശ്യം അസ്ബഹ വന്നിട്ടുണ്ട്. അസ്ബഹ ഏതായാലും നമുക്ക് നോക്കാം. പിന്നെ ലൈസ, ലല്ല 9 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് നമുക്ക് ഉദാഹരണം മനസ്സിൽ വരത്തക്ക രീതിയിലുള്ള അത്രയും പ്രാവശ്യം വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്നത് ബാത്ത വന്നിരിക്കുന്നത്. ബാത്ത അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ. അപ്പൊ എന്ത് വന്നു? ബാത്ത എന്ന് പറയുന്ന ഒരു ഫിഅലാണ്. കാന എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിഅലാണ് കേട്ടോ. കാന എന്താണ്? ഒരു ഫിഅലാണ്. ആ ഫിഅലിന്റെ രൂപഭേദങ്ങൾ വരും. ഫിഅലിന്റെ രൂപഭേദങ്ങൾ എപ്പോഴും കാന തന്നെ ആയിക്കോണമെന്നില്ല. കാന എന്നുള്ളത് കാനു വരാം, യകൂനു വരാം. കാനയുടെ വ്യത്യസ്ത ഫിഅലിന്റെ വ്യത്യസ്ത രൂപങ്ങൾ വരാം. അപ്പൊ കാനയുടെ ഉദാഹരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് അപ്പൊ കാനയുടെ സഹോദരിയാണ് ബാത്ത. ബാത്തയുടെ മുതാരി എന്താ? യബീത്ത്. യബീത്ത്.
എന്തോന്നു? കാന വന്ന എന്താ നിയമം പറഞ്ഞത്? കാനല്ലാഹു ഗഫൂറൻ. ഒന്നാമത്തെ പാട്ടിന് ആ ലമ്മും റഫ് റഫ്ഉം രണ്ടാമത്തേന് നസ്ബും. നസ്ബും. അപ്പൊ യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ. അല്ലദീന ഒരു വിഭാഗമാണ് അവർ. യബീതൂന യബീതൂന അവരെന്ത് ചെയ്യും? ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാത്രി കഴിച്ചു കൂട്ടി. അതെന്നാണ് ബൈത്ത് വന്നത്. ബൈത്ത് ബൈത്ത് എന്താ? രാത്രി കിടക്കാനുള്ള സ്ഥലം, വീട്. ആ. അല്ലെങ്കിൽ ബൈത്തിന് പറയുന്ന വേറൊരു വാക്കാണ് ദാർ. ദാറ യദൂർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുറ്റിക്കറങ്ങി. ചുറ്റിക്കറങ്ങി. ദാറ യദൂർ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി. അപ്പം നമ്മളെ കാര്യങ്ങളെല്ലാം അതിനെ ചുറ്റിപ്പറ്റിയാണ് കിടക്കുന്നത്. ആ അർത്ഥത്തിലാണ് ദാർ എന്ന് പറയുന്നത്. പിന്നെ ഭവനത്തിന് വേറൊരു വാക്കുണ്ട്. എന്താണ്? സെക്കൻഡ്. സെക്കൻഡ് താമസ സ്ഥലം. അവിടെയാണ് നമുക്ക് സെക്കൻഡ് ഉള്ളത്, സമാധാനം ഉള്ളത്. ആ അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ബാത്ത. ബാത്ത എന്ന് പറഞ്ഞാൽ രാപ്പാർത്തു. രാപ്പാർത്തു. അപ്പൊ വല്ലദീന യബീതൂന അവർ രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ്. ലി റബ്ബിഹിം റബ്ബിന് വേണ്ടി. എങ്ങനെ കഴിച്ചു കൂട്ടുന്നത്? സുജ്ജദൻ. എങ്ങനെ നെസ്ബ് വന്നു? യബീതൂനയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ യബീതൂനയുടെ ഫസ്റ്റ് പാർട്ട് എവിടെ ഉണ്ട്? അതിനകത്തുള്ള ഹുമ്മാണ്. അതിനകത്തുള്ള ഹും. ഇന്നല്ലാഹ ഇന്നഹു കാന തവ്വാബ എന്ന് പറഞ്ഞില്ലേ? കാന തവ്വാബൻ. അപ്പൊ കാന തവ്വാബൻ എന്ന് പറഞ്ഞപ്പോ കാനയുടെ അകത്തുള്ള ഹുവയാണ് അതിന്റെ ഒന്നാം പാർട്ട്. തവ്വാബൻ എന്താണ്? സെക്കൻഡ് പാർട്ട്. അതേപോലെ യബീതൂന അതിലുള്ള ഹുമ്മാണ്. വല്ലദീന ഒരു വിഭാഗം എന്ന് പറഞ്ഞല്ലോ. വല്ലദീന ഒരു വിഭാഗം. യബീതൂന ഏത് ഭാഗമാണ്? ഏത് സൂറത്തിലുള്ള ഭാഗമാണെന്ന് അറിയാമോ? ഇബാദുർ റഹ്മാൻ. ഇബാദുർ റഹ്മാൻ സൂറത്ത് ഫുർഖാന്റെ അവസാനം പറയുന്നതാണ്. അപ്പൊ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഇബാദുർ റഹ്മാനെ സൂചിപ്പിക്കുന്നതാണ് പിന്നീട് വരുന്ന അല്ലദീനയൊക്കെ. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ. അപ്പോ ഇബാദുർ റഹ്മാനാണ്. അല്ലദീന ഒരു വിഭാഗമാണ്. യംശൂന അവർ നടക്കുന്നു. അപ്പൊ അതേപോലെ വല്ലദീന ഒരു വിഭാഗമാണ്. യംശൂന യബീതൂന അവർ രാത്രി കഴിച്ചു. അപ്പൊ ആ അബീതൂനയുടെ അകത്തുള്ള ഹുമ്മാണ് അതിന്റെ ഫസ്റ്റ് പാർട്ട്. ലി റബ്ബിഹിം എന്നത് അതിന്റെ വിശദീകരണമാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്നാണ് ഗ്രാമർ പുസ്തകത്തിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ്. സുജ്ജദനാണ് യബീതൂനയുടെ സെക്കൻഡ് പാർട്ട്. സുജ്ജദൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്യുന്നവർ. സാജിദിന്റെ ബഹുജനമാണ് സാജിദൂന. സാജിദൂനയുടെ മറ്റൊരു രൂപമാണ് സുജ്ജദുൻ. സുജ്ജദ്. സുജ്ജദ്. റുക്കാഴ് എന്നും വന്നിട്ടുണ്ട്. റുക്കൂ ചെയ്യുന്നവർക്ക് റുക്കാഴ്. طهر بيتي للطائفين والعاكفين والركع السجود. അല്ലേ? അപ്പം സുജൂദ് എന്നതും സാജിദിന്റെ ബഹുജനത്തിൽപ്പെട്ടതാണ്. സുജ്ജതാണ് ഇവിടെ വന്നിരുന്നത്. സുജ്ജദ്. അപ്പൊ സുജ്ജദായി അവർ ഇന്ന് രാത്രി കഴിച്ചു കൂട്ടുന്നു. സുജ്ജദൻ വഖിയാമൻ എന്നും സുജൂദ് ചെയ്തിട്ടും അവർ കഴിച്ചു കൂട്ടുന്നു രാത്രി. സുജ്ജദ് എന്താണ്? യബീതൂനയുടെ സെക്കൻഡ് പാർട്ട്. പിന്നെ വന്നിരിക്കുന്നത് അപ്പൊ ഈ യബീതൂന ബായി ഒരു വാക്യമുള്ളു ഇതില് ഖുർആനില്. ബാത്ത ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതെന്നാ പറഞ്ഞത്. ബാത്ത ഒരു പ്രാവശ്യം. പിന്നെ വന്നത് സാറ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. സാറ. സാറ എവിടെ വന്നിരിക്കുന്നത്?
അലാ ഇലല്ലാഹി തസീറുൽ ഉമൂർ. സാറേ സീറു ഇവിടെ അങ്ങനെ ഇതിന്റെ അടയാളം വരത്തക്ക രീതിയിലല്ല വന്നിരിക്കുന്നത്. അടയാളം പ്രത്യക്ഷമാകുന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്. പിന്നെയുള്ള എന്താണ്? ഇലല്ലാഹി തസീറുൽ ഉമൂർ, അള്ളാഹുവിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങളുടെ മടക്കം. അടുത്തത് സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. അതിന്റെ ഉദാഹരണമാണ് അസ്ബഹ കഴിഞ്ഞാൽ പിന്നെ അടുത്തതാ സാറ കഴിഞ്ഞാല് ലൈസ അംസ. അതാണ് ഹീന തുംസൂന. അപ്പൊ അംസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ശരിക്ക്? മസാഇൽ ആയിത്തീർന്നു. മസാ എന്താ? അംസ എന്ന് പറഞ്ഞാൽ മസാഇൽ ആയിത്തീർന്നു. മസാ എന്ന് പറഞ്ഞാൽ എന്താ? മസാ വൈകുന്നേരം. പ്രദോഷത്തിൽ പ്രവേശിച്ചു. അത് തന്നെ. ഒരു ദുആ ഉണ്ട്. എവിടെ? അതെ, ഹംസ. അപ്പൊ ഹംസ അതാണ്. അതിന് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത്. ഹംസ സുബ്ഹാനല്ലാഹി ഹീന തുംസൂന. ഈ ഒരു ഹംസയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്താണ് ഹംസക്ക എന്ന് പറഞ്ഞാൽ? എന്താണ് അത്? ഹംസക്കയും ഈ ഹംസയും തമ്മിൽ എന്താ ബന്ധം? സ്പർശിച്ചു എന്നാണ്. മസല്ല ഹംസക്ക എന്ന് പറഞ്ഞാൽ പിടിച്ചു. ഹംസക്ക എന്ന് പറഞ്ഞാല് പിടിച്ചു. ഇംസാക്കില്ലേ, പിടിക്കല്, നോമ്പ് പിടിക്കല്. അത് വേറെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? ഹംസ എന്ന് പറയുന്നിടത്ത് അൽത്ത എന്നതുപോലെയുള്ള രൂപമാണ് ഹംസ. ഹംസ യുംസി, യുംസൂന. അഴുത്തയുടെ ക്രിയ എന്താ? പട്ടിക എന്താ നമ്മൾ പഠിച്ചത്? അഴുത്ത പറഞ്ഞിട്ട് യുഴത്തി യുഴത്തൂന, യുഴത്തി യുഴത്തൂന, തുഴത്തി തുഴത്തൂന എന്ന് വന്നില്ലേ? അതേപോലെയാണ് ഇവിടെ തുംസി തുംസൂന. സുബ്ഹാനല്ലാഹി ഹീന തുംസൂന. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഒഴിവാക്കി തരാം കേട്ടോ. ഇത് നമ്മൾ ശരിക്കും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് മാത്രം, സംഭവം ഉണ്ടെന്നല്ല, ഇത് ഇതേ വന്നിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഇതേ വന്നിട്ടുള്ളൂ എന്ന് പറയാനുള്ള വേണ്ടി മാത്രമാണ്. ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. നിങ്ങൾ വൈകുന്നേരമാകുമ്പോഴും നിങ്ങൾ പ്രഭാതത്തിലാകുമ്പോഴും അള്ളാഹ്ക്കാണ്. അള്ളാഹ് പരിശുദ്ധനാണ്. അള്ളാഹ് എല്ലാ കുറവുകളിൽ നിന്നും മുക്തനായവനാണ്. ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. വൈകുന്നേരം ആയിരുന്നാലും രാവിലെ ആയിരുന്നാലും വൈകുന്നേരമായിരുന്നാലും അതിനിടയ്ക്കുള്ള സമയവും അതിന് ഉൾപ്പെട്ടു കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അതുകൂടെ ചേർത്തുകൊണ്ടാ പറയും. ഇനിയുള്ളതാണ് ലൈസ. ലൈസ വരുമ്പോൾ ലൈസ വന്നിരിക്കുന്നിടത്ത് അടയാളം വ്യക്തമാകുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ലൈസ വന്നിരിക്കുന്നിടത്ത് നമ്മൾ ഇവിടെ പറഞ്ഞത് ഈ പിന്നെ എന്താ പറയാ, ബാത്ത, സാറ, അംസ, ഇതൊക്കെ വളരെ തുലവും പേരിന് വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. ലൈസ വന്നിരിക്കുന്നിടത്ത് അടയാളം വ്യക്തമാകുന്ന രീതിയിൽ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതിലെ രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തത്. ഒന്ന്,
ലൈസു സവാഅൻ. ലൈസു സവാഅൻ. സവാഇൻ എന്താ നസ്ബ് വരാൻ കാര്യം? നേരത്തെ നമ്മൾ കാന തവ്വാബ എന്ന് പറഞ്ഞതുപോലെ ലൈസയുടെ ഫസ്റ്റ് പാർട്ട് അതിനകത്ത് തന്നെ ഉള്ള ഹുമ്മാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സവാഅൻ. അതിനെന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. ലൈസു സവാഅൻ, ലൈസു ഹും സവാഅൻ എന്നാണ്. അവർ തുല്യരല്ല. പറഞ്ഞാൽ യൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും ഒരേപോലെ അല്ല. നമ്മൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളും എല്ലാവരും ഒരേപോലെ അല്ല. യേശു സവാഅൻ. അതിൽ കുറെ ആൾക്കാർ വിശ്വസിച്ച ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ നിഷ്പക്ഷമായി നിൽക്കുന്നവരുണ്ട്, കുറെ ആൾക്കാർ നീതിയുടെ ഭാഗത്ത് അവർ നിൽക്കുന്ന അവർ നിൽക്കുന്ന ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗത്ത് നിലയുറപ്പിച്ച ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ലൈസു സവാഅൻ. സവാഅൻ എന്തുകൊണ്ടാണ് നസ്ബ് വന്നത്? ലൈസയുടെ രണ്ടാം ഭാഗം ഖബർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാം ഭാഗം ഫൈനൽ പരീക്ഷ എഴുതാൻ ഉചിതമായ വാക്ക് ലൈസയുടെ ഖബറാണ് എന്നാണ്. ലൈസയുടെ ഖബറാണ്. ലൈസയുടെ ഫസ്റ്റ് പാർട്ടിന് എന്ത് പറയും? ലൈസയുടെ ഇസ്മാണ്. അറിയാലോ, ഇസ്മാണ് ആദ്യത്തെ എന്നറിയാമല്ലോ. ആദ്യത്തത് ഇസ്മ, രണ്ടാമത്തത് ഖബർ. കാരണം എന്താ? ആദം അലൈഹി സ്വലാമയ്ക്ക് ആദ്യം പഠിപ്പിച്ച എന്താണ്? ആദം അലൈഹി സ്വലാമിക്ക് അള്ളാഹ് ആദ്യം പഠിപ്പിച്ച എന്താ? ഫതഹു എന്നാണ് പഠിപ്പിച്ചത്. ആണോ? ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ നൗണുകളും പഠിപ്പിക്കുന്നു. അപ്പൊ ഇന്നയുടെയും കാനയുടെയും ഫസ്റ്റ് പാർട്ടിന് പറയുന്ന പേര് ഇന്നയുടെ ഇസ്മ, കാനയുടെ ഇസ്മ എന്നാണ്. സെക്കൻഡ് പാർട്ടിന് പറയുന്ന പേര് ഇന്നയുടെ ഖബർ, കാനയുടെ ഖബർ എന്നാണ്. ഓക്കെ. അപ്പൊ ലൈസു സവാഅൻ, ഇതാണ് ലൈസയുടെ അടയാളം പ്രത്യക്ഷത്തിൽ വന്നിട്ടുള്ള ഒരു ഉദാഹരണം. അതേപോലെ ലൈസയുടെ അടയാളം പ്രത്യക്ഷത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ് യഖൂലുല്ലദീന കഫറു ലസ്ത മുർസല. ലസ്ത മുർസല. മുർസലിന് എന്തുകൊണ്ടാണ് നസ്ബ് വന്നത്? ലസ്തയുടെ ഖബറായിരുന്നു. അയിന ഇസ്മുഹ, അതിന്റെ ഇസ്മയുടെ ലസ്തയുടെ അകത്തുള്ള ഇയാണോ? എന്താ ഉള്ളത്? ലസ്തയുടെ അകത്ത് ഫതഹത്തായുടെ അകത്ത് ഹുവയാണുള്ളത്. ഫതഹത്തായുടെ അകത്ത് എന്താ ഉള്ളത്? ഫതഹത്തായുടെ അകത്ത് എന്താ ഉള്ളത്? ഫതഹ, ഫതഹു, ഫതഹത്ത, ഫതഹത്തും. ഫതഹത്തയുടെ അകത്ത് എന്താ ഉള്ളത്? അൻത, അൻതും. അൻത ഫതഹത്ത, അൻത ലസ്ത. യഖൂലുല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു ലസ്ത മുർസലൻ, നീ അയക്കപ്പെട്ട ദൂതനൊന്നും അല്ല എന്ന് പറഞ്ഞു. ലസ്തയുടെ അകത്ത് അൻതയുണ്ട്, അതാണ് അതിന്റെ ഇസ്മ. മുർസലൻ അത് അതിന്റെ ഖബറാണ്. ഈ രണ്ട് ഉദാഹരണങ്ങളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും ഉദാഹരണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതാണ് ഖുർആനിൽ. ഈ രണ്ട് ഉദാഹരണങ്ങളെ അടയാളം വെളിവാകുന്ന രീതിയിൽ വന്നിട്ടുള്ളൂ. പറഞ്ഞു വന്നത് ലൈസയും കാര്യമായി നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടതില്ല, പല സ്ഥലങ്ങളിലും വന്നിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ പരീക്ഷയ്ക്ക് എന്തായാലും പഠിച്ചിരിക്കണം. ഇത്
ലൈസ. ബാക്കി അതുള്ളവർക്ക് എന്താണ്? അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ലൈസയുടെ ഇസ്മായിട്ടോ ഖബറായിട്ടോ അടയാളം വ്യക്തമാകുന്ന രീതിയിൽ വരാത്ത സന്ദർഭങ്ങളാണ് ബാക്കിയുള്ള എല്ലാ സന്ദർഭങ്ങളും. ലൈസ എത്ര പ്രാവശ്യമാണെന്ന് പറഞ്ഞു? 89 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതാണ് ഖുർആന്റെ ലാളിത്യത്തിന്റെ മറ്റൊരു ഉദാഹരണം. 89 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ അടയാളങ്ങളൊന്നും പ്രസക്തമാകുന്ന രീതിയിലല്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലും. ബാക്കി 87 സ്ഥലങ്ങളിലും അടയാളങ്ങൾ അവിടെ പ്രസക്തമല്ല. അടയാളങ്ങൾ നമ്മൾ നോക്കേണ്ടതില്ല, അടയാളം വെളിവാകില്ല. അടുത്തത് ലല്ല. ലല്ല ലല്ല എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ആയിത്തീർന്നു എന്നാണ് യഥാർത്ഥത്തിൽ. അംസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അംസ വൈകുന്നേരത്തായി. അസ്ബഹ അസ്ബഹ പ്രഭാതത്തിലായി. ലല്ല ഉച്ചയ്ക്കായി. ആ ലല്ല ലല്ല ലില്ലുള്ളത് എപ്പോഴാണ്? ലില്ല് തേടി പോകുന്നത്, തണൽ തേടി പോകുന്നത് എപ്പോഴാണ്? ആ തണൽ തേടി പോകുന്ന ഉച്ചയ്ക്കാണ്. അതുകൊണ്ടാണ് ലല്ല ഉച്ചയ്ക്കായിരിക്കും. ഓക്കെ. പക്ഷെ അത് കോമൺ ആയിട്ട് അർത്ഥത്തിൽ ഉപയോഗിക്കും. കോമൺ ആയി പൊതുവായ അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇതിന്റെ യഥാർത്ഥ അർത്ഥം, അതിന്റെ അർത്ഥത്തിന്റെ ഉണ്ടാകാനുള്ള കാരണം അങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ യബീത്തുന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ്. ബൈത്ത് എന്ന് പറയുന്നത് രാത്രി മാത്രമല്ലല്ലോ ബൈത്തിൽ കൂടുന്നത്. അതേപോലെ അതേസമയത്ത് ഇവിടെ സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വ ഹീന തുസ്ബിഹൂന എന്ന് പറഞ്ഞത് അംസയും അസ്ബഹയും അവിടെ ഉണ്ട് കേട്ടോ. അംസയും അസ്ബഹയും ഉണ്ട്. അപ്പൊ അവിടെ എന്താണ്? ശരിക്കും ആ അർത്ഥത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹീന തുംസൂന നിങ്ങൾ വൈകുന്നേരത്തിലാകുമ്പോൾ, ഹീന തുസ്ബിഹൂന നിങ്ങൾ പ്രഭാതത്തിലാകുമ്പോൾ. അപ്പൊ അതേപോലെ ഇവിടെ ലല്ല എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കായി തീർന്നു എന്നാണ്. പക്ഷെ അത് പൊതുവിൽ ഉപയോഗിക്കും ലല്ല. ഇവിടെ ലല്ലയുടെ ഉദാഹരണം നമുക്ക് കാനയുടെ പൂർണ്ണമായ അടയാളങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ലല്ല വന്നിരിക്കുന്നു. ലല്ല എത്ര പ്രാവശ്യം വന്നിരിക്കുന്ന പറഞ്ഞത്? ലല്ല 9 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്. എന്താ അർത്ഥം? അവർ ബുഷിറ ബഷറ സന്തോഷവാർത്ത അറിയിച്ചു. ബുഷിറ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു. അപ്പൊ സബ്ബഹ ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗം പഠിച്ചില്ലെന്ന് പറയരുത്. സബ്ബഹ ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗമാണിത്. ബഷറ സന്തോഷവാർത്ത അറിയിച്ചു, ബുഷിറ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു. വൈദ ബുഷിറ അഹദുഹും അവരിലുള്ള ആരെങ്കിലും ഒരാളെ സന്തോഷവാർത്ത അറിയിച്ചാൽ, അല്ലെങ്കിൽ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ, ബിൽ ഉൻസ ഒരു പെൺകുഞ്ഞിനെ കുറിച്ച്, ഉൻസ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, പെൺകുഞ്ഞിനെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ, കുഞ്ഞ് ജനിച്ചു എന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഒരു സന്തോഷകരമായ വസ്തുതയാണ് അല്ലേ? ഒരു കുഞ്ഞുണ്ടായി, എനിക്കൊരു അനന്തരാവകാശം ഉണ്ടായി എന്നത്. അപ്പൊ അങ്ങനെ നിനക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ, അവരിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ ഖുറൈശികളുടെ അവസ്ഥയാണ് പറഞ്ഞത്. അന്നത്തെ ഖുറൈശികളുടെ അവസ്ഥ. ലല്ല വജ്ഹുഹു അങ്ങനെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ ലല്ല ആയിത്തീർന്നു വജ്ഹുഹു അവന്റെ മുസ്വദ്ദൻ കറുത്തിരുണ്ടത്. ഇസ്വദ്ദ എന്ന് പറഞ്ഞാൽ കറുത്തു, അസ്വദ് കറുത്തത്, അബിയവ് വെളുത്തത്. അപ്പോ അസ്വദ് കറുത്തത്, ഇസ്വദ്ദ കറുത്തതായി തീർന്നു. അങ്ങനെയാണെങ്കിൽ അബിയവ് വെളുത്തതായി തീർന്നു എന്ന് എങ്ങനെ പറയും?
ഇബിയല്ല ഉണ്ടോ ഖുറാനില്? ഇബിയല്ല ഉണ്ട്. അബിയല്ലത്ത് ഐനാഹു, അബിയല്ലത്ത് ഐനാഹു, അദ്ദേഹത്തിന്റെ കണ്ണ് ഇതായി വെളുത്തു പോയി. ഹുസ്നി, ദുഃഖം കാരണം. യാക്കൂബിനെ വരിച്ചിലാണ് ഇവിടെ. അപ്പൊ ഇതാണ് ഇസ്വദ്ദ, മുസ്വദ്. അപ്പൊ എന്താണ്? കറുത്തതാകപ്പെട്ടു. ഇസ്വദ്ദ കറുത്തതായി, മുസ്വദ്ദുൻ കറുത്തതായത്. ലല്ല വജ്ഹുഹു മുസ്വദ്ദുൻ, മുസ്വദ്ദൻ അവന്റെ മുഖം കറുത്തിരുണ്ടതായി തീരുന്നു. എന്താ അവിടെ അടയാളങ്ങള്? ലല്ലയുടെ ഇസ്മാണ് വജ്ഹ്, അതുകൊണ്ട് വജ്ഹിനെ റഫ്അ് ചെയ്തു, ലമ്മത്ത് കൊണ്ട് റഫ്അ് ചെയ്തു. മുസ്വദ്ദൻ ലല്ലയുടെ എന്താണ്? ഖബറാണ്, അതുകൊണ്ട് ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. ലല്ലയുടെ രണ്ട് അടയാളം ഇവിടെ വ്യക്തമാകും. എന്ത് ചെയ്യണം? അപ്പൊ ഇത് റയർ സംഭവമാണ്, യൂസേജ് ആണ്, പഠിച്ചു വെച്ചോ. ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ. قالوا نعبد أصناما فنظل لها عاكفين. ലല്ലയുടെ മറ്റൊരു ഉദാഹരണം എന്താ? ഖാലു അവർ പറഞ്ഞു, നഅ്ബുദു അസ്നാമൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സനമുകളെ. അസ്നാം എന്താണ്? ബിംബങ്ങൾ. ഏകവചനാണ് സനമുൻ, സനമുൻ, അസ്നാമുൻ. ഞങ്ങൾ ഖാലു നഅ്ബുദു അസ്നാമൻ ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നു. ഫനളല്ലു ലഹാ ആകിഫീൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നല്ല ആയിത്തീർന്നു എന്നല്ലേ? നളല്ലു ഞങ്ങൾ ആയിത്തീരുന്നു, ലഹാ അതിനു വേണ്ടി, ആകിഫീൻ. ആക്കഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആക്കഫ. അൽബക്ര പഠിച്ച ആരും ഇല്ലേ നമ്മളെ കൂട്ടത്തില്? എന്താ അൽബക്ര പഠിച്ചവരാരും ഇല്ലേ? അൽബക്രയുണ്ട്. ആക്കിഫീൻ. ആക്കഫ എന്ന് പറഞ്ഞാൽ എത്തിക്കാഫ് ചെയ്തു, എത്തിക്കാഫ് ഇരുന്നു. ആക്കഫ, എഴുത്തക്കഫ എന്നും പറയും, എഴുത്തക്കഫ എന്നും പറയും, ആക്കഫ എന്നും പറയും. ഫനളല്ലു ലഹാ ആകിഫീൻ ഞങ്ങൾ അതിന്റെ മേൽ അതിനു വേണ്ടി ചടഞ്ഞുകൂടി ഇരിക്കുന്നവരായി തീർന്നു. അപ്പൊ എന്താ? നളല്ലു ലഹാ ആകിഫീൻ. നളല്ലു എന്നത് ലല്ല ആണ് അവിടെ ഉള്ളത്. ലല്ലയുടെ ക്രിയാരൂപഭേദമാണ് വന്നിരിക്കുന്നത്. കാനയും അതിന്റെ സഹോദരിമാരും എല്ലാം ക്രിയകളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ രൂപഭേദങ്ങൾ വരുമെന്നും പറഞ്ഞു. നളല്ലു അപ്പൊ എന്താണ്? ലല്ല യളല്ലു, യളല്ലു, ലല്ല യളല്ലു എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ച ദല്ലയല്ല, ആ ദല്ലയാണെങ്കിൽ യദില്ലു എന്നാണ്. ഇവിടെ വല്ല യളല്ലു, നളല്ലു ഞങ്ങൾ ആയിത്തീരും. അപ്പോ അതിനകത്തുള്ള നഹനുമാണ് അതിന്റെ ഫസ്റ്റ് പാർട്ട്, അഥവാ അതിന്റെ ലല്ലയുടെ ഇസ്മ, അതിന്റെ ഖബറാണ് ആകിഫീൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് ദീന കൊണ്ട് നസ്ബ് ചെയ്തു. فألف بين قلوبكم فأصبحتم بنعمته إخوانا. അപ്പൊ ഇത് റയറാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അവിടെ പറഞ്ഞേ ഉള്ളൂ. ലല്ല 9 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇതാണ് ആദാമ. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആദാം വന്നിട്ടുണ്ട്, പക്ഷേ ആദാം ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ. فألف بين قلوبكم فأصبحتم بنعمته إخوانا. അപ്പോ അല്ലഫ ബൈന ഖുലൂബിക്കും ആൽ ഇംറാനിൽ ഉണ്ട്. നമ്മൾ പഠിച്ചോന്നറിയില്ല. നമ്മൾ ബക്കറ പഠിച്ചില്ല, പിന്നെ ആൽ ഇംറാൻ പഠിക്കാൻ സാധ്യത. അല്ലഫ ബൈന ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു? അവൻ ഹൃദയങ്ങളെ അവൻ കോർത്തിണക്കി.
ഹൃദയങ്ങളെ കോർത്തു നോക്കി. ഫഅസ്ബഹ്തും, അപ്പോൾ നിങ്ങൾ ആയിത്തീർന്നു. അസ്ബഹ, നിങ്ങൾ പ്രഭാതത്തിലായിത്തീർന്നു എന്നാണ് ശരിക്കും. അങ്ങനെ ഇവിടെ എന്താണ് കോമൺ ആയിട്ടുള്ള അർത്ഥമാണ്, ആയിത്തീർന്നു. ഫഅസ്ബഹ്തും, നിങ്ങൾ ആയിത്തീർന്നു. ബിനിഅമതിഹി, അവന്റെ അനുഗ്രഹം കാരണം. യഹ്വാനൻ, യഹ്വാനായിത്തീർന്നു, സഹോദരന്മാരായിത്തീർന്നു. അപ്പൊ എന്താണ് അസ്ബഹത്തുമിന്റെ, അസ്ബഹയുടെ ഇസ്മ എവിടെയുണ്ട്? അസ്ബഹത്തുമ്മിലുള്ള സർവനാമമാണ് അതിന്റെ ഇസ്ം. അസ്ബഹത്തുമ്മിൽ എന്താ സർവനാമം ഉള്ളത്? അസ്ബഹത്തുമ്മിൽ സർവനാമമുണ്ട്, അന്തും അന്തുമുണ്ട്. അപ്പൊ അസ്ബഹത്തുമ്മിലുള്ള അന്തുമാണ് അതിന്റെ ഫസ്റ്റ് പാർട്ട്, അഥവാ അതിന്റെ ഇസ്മ. അതിന്റെ ഖബറാണ് യഹ്വാൻ. അസ്ബഹത്തും, നിങ്ങളായിത്തീർന്നു. എന്തായിത്തീർന്നു? യഹ്വാൻ, സഹോദരന്മാരായിത്തീർന്നു. ഓക്കെ. അതേപോലെ സുഹൃത്താണ് മുൽക്ക്. സൂറത്ത് മുൽക്കിന്റെ അവസാനം എന്ത് പറഞ്ഞു? ഖുൽ അറഅയ്തും ഇൻ മാഉക്കും ഗൗറൻ. അസ്ബഹ മാഉക്കും ഗൗറൻ, ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ ഫലൻ തസ്തതിഅ ലഹു തലബ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ന അസ്ബഹ മാഉക്കും ഗൗറൻ. അടുത്തത് ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ. അപ്പൊ സൂറത്ത് കഹ്ഫിലുള്ളതായിട്ടാണ്. ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ. അതിലെ വെള്ളം, നിന്റെ എസ്റ്റേറ്റിലെ വെള്ളം ഗൗറൻ, വറ്റി വരുന്നതായി തീർന്നാൽ, ഫലൻ തസ്തതിഅ ലഹു തലബ, നിനക്ക് അതിനെ ചെയ്യാൻ പറ്റില്ല, അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുകയില്ല. തലബ്, റിക്വസ്റ്റ്, അന്വേഷിക്കുക. തസ്തതിഅ, കഴിഞ്ഞു. ഫലൻ തസ്തതിഅ, കഴിയുകയില്ല. അപ്പൊ ഇവിടെ യുസ്ബിഹുവിന്റെ മാ എന്നതാണ് യുസ്ബിഹുവിന്റെ എന്താണ്? അസ്ബഹയുടെ രൂപഭേദമാണ് വരിക. അപ്പൊ യുസ്ബിഹു എന്നതിന്റെ ഇസ്മ എവിടെയാണ്? മാ ഉഹ എന്ന മാ ആണ് അതിന്റെ ഇസ്മ. അതിലെന്തുണ്ട്? ലമ്മത്ത് കൊണ്ട് മാഇന് ചെയ്തിട്ടുണ്ട്, റഫ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് അതിന്റെ ഖബർ? ഗൗറൻ ആണ്. അതിന് ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും വെളിവാകുന്നതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞത്. ഇവിടെ റഫ്ഉം നസ്ബും വെളിവാകുന്നുണ്ട്. അതേപോലെ ഇന്ന അസ്ബഹ മാഉക്കും ഗൗറൻ, ഇവിടെയും വെളിവാകുന്നുണ്ട്. ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, അതാണ് മുൽക്കിലായത്. അറഅയ്തും ഇന്ന അസ്ബഹ മാഉക്കും, ഇത് ഭയങ്കര അടയാളമാണ്, ഒരു എന്താ പറയാ, ആയത്ത് ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അതേപോലെ ഇന്ന അസ്ബഹ മാഉക്കും, അസ്ബഹ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലായി എന്ന്. ഗൗറൻ, അപ്പോൾ അറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരൂ, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നാ? അറഅയ്തും ഇന്ന അസ്ബഹ മാഉക്കും, നിങ്ങൾ പ്രഭാതത്തിലാകുമ്പോൾ നിങ്ങളുടെ വെള്ളം ആയിത്തീർന്നാൽ, ഗൗറൻ, വറ്റി വരേണ്ടത്. ഫമൻ യഅതീകും, നിങ്ങൾക്ക് ആര് കൊണ്ടുതരും? ബിമാഇൻ മഈൻ, സ്ഫുടമായ വെള്ളം. അപ്പൊ ഇവിടെ അസ്ബഹയുടെ ഇസ്മില് എന്തുണ്ട്? ലമ്മത്തുണ്ട്. അസ്ബഹയുടെ ഖബറിൽ നസ്ബുണ്ട്. ഓക്കെ. പിന്നെ പറഞ്ഞത് ലൈസയുടെ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ. അത് പറയാൻ കാരണം എന്താ? ലൈസയുടെ ബാക്കി ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ലൈസയുടെ നേരത്തെ 2 ഉദാഹരണങ്ങൾ പഠിച്ചു. ബാക്കി ഉദാഹരണങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? ബാക്കി ഉദാഹരണങ്ങളൊക്കെ അടയാളം പ്രത്യക്ഷമാകാത്ത രീതിയിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് ലൈസയുടെ ഇസ്മിന് എന്ത് ചെയ്യണം? റഫ് ചെയ്യണം. ആ അടയാളമാണ് ഇവിടെ അലൈസല്ലാഹു. ഇപ്പോൾ ലഫ്ദുൽ ജലാലത്തിൽ വന്നിരിക്കുന്ന റഫ് എന്ന് പറയുന്നത് ലൈസയുടെ ഇസ്മായത് കാരണമാണ്. പിന്നെ ബാക്കി അതിന്റെ ബിഅഹ്കമിൽ ഹാക്കിമീനാണ്. അവിടെ അടയാളങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വെളിവാകുന്നില്ല, ജുംല ആയതുകൊണ്ട്. ഓക്കെ.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉദാഹരണം ഈ പറഞ്ഞ ക്ലിപ്പുകൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ആ ഉദാഹരണങ്ങൾ എന്തിനൊക്കെ പറഞ്ഞാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ വിശദീകരണങ്ങളാണുള്ളത്. കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ രീതിയിൽ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ക്രിയകളുടെ പട്ടികയിലേക്ക് പോയില്ല. വീണ്ടും കഴിഞ്ഞ ആഴ്ച വീണ്ടും തിരക്കായിരുന്നുണ്ട്. ക്രിയയുടെ പട്ടിക ഞാൻ നോക്കിയിട്ട് ഏതുവരെയാണ് ഇട്ടു എന്ന് അതിന്റെ ബാക്കി ഇട്ടു തരും. അതെന്ത് ചെയ്യുക, ക്രിയയുടെ പട്ടിക എഴുതി ഗ്രൂപ്പിലിടണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു ഓർത്തു തരട്ടെ. ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ലോകത്തെ അല്ലാഹു രക്ഷിക്കട്ടെ. അതേപോലെ പലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവരെ കരകയറ്റട്ടെ. നാം അധിവസിക്കുന്ന നാട്ടിലും ഇപ്പോൾ ഇരയായി വന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. അതിൽ നിന്നും ചിന്തിച്ച് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. മുസ്ലിങ്ങളുടെ ഐക്യം തകർന്നതാണ്. അതിന്റെ കാരണം നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നിലകൊള്ളാൻ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന പൂർവ്വസ്ഥിതി നിലനിർത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആൻസർ പേപ്പർ കിട്ടിയില്ല. റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും ആമീൻ. ആൻസർ പേപ്പർ കിട്ടിയിട്ടില്ല. ആൻസർ പേപ്പർ എല്ലാം ഇവിടെ ലംബ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു സെക്രട്ടറി റിസൈൻ ചെയ്ത് അടുത്ത സെക്രട്ടറി അപ്പോയിന്റ് ചെയ്ത് ആ സെക്രട്ടറി പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ സെക്രട്ടറിമാരെ അന്വേഷിച്ചിരിക്കുക. സെക്രട്ടറിമാരെ ഒന്നുകിൽ നിങ്ങൾ തരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യേണ്ടി. ഒന്നും രണ്ടും പേർക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല നമ്മളെ കയ്യിലുള്ള സംഭവം കേട്ടോ. കുറെ സംഗതി നമ്മൾ ക്ലാസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ടീച്ചേഴ്സിന് നമ്മൾ കണക്ടിവിറ്റി ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് വരിക. കുറെ സോൾവേഷൻ ചെയ്ത് സോൾവ് ചെയ്തുകൊണ്ട് വരിക. ഇൻഷാ അല്ലാഹ് അടുത്ത ആൾ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആരെങ്കിലും പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളതിൽ ഒരുപാട് വിവര ഇൻഫർമേഷനാണുള്ളത്. കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലാണ്. നിങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് സ്റ്റുഡൻസിന്റെ ഇൻഫർമേഷൻ നമ്മളെ കയ്യിലുണ്ട്. അത്ര സേഫ്റ്റി ആയിട്ട് സുരക്ഷിതമായ ആ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെ നമ്മൾ വഴിയേക്കൂടെ പോകുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ഏൽപ്പിച്ചാൽ അവസാനം നമ്മൾ എന്ത് ചെയ്യും. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ, നിങ്ങളുടെ ഡാറ്റ എല്ലാം സുരക്ഷിതമായി ഇതുവരെ നമുക്ക് യാതൊരു ഒരു പരാതിയും വന്നിട്ടില്ല. സുരക്ഷിതമായിട്ട് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ കയ്യിൽ റെക്കോർഡാണ്. അഡ്രസ്സുകൾ ഇതൊന്നും വലിയ കാര്യം. നമ്മളെ പോലെയുള്ള ആൾക്കെല്ലാം ചെയ്യാൻ ചെയ്യാത്ത ഉത്തരവാദിത്തമുള്ള ആളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിളിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളാണെന്ന് വിചാരിക്കുന്ന ആൾക്ക് നമുക്ക് ടെക്നോളജി പറ്റില്ല. നമ്മുടെ ടെക്നോളജി സ്പീഡ് ഒക്കെ നമുക്ക് ഒരു പ്രധാന ഘടകമാണ്. ഇതെല്ലാം കൂടെ മൾട്ടി ടാസ്കിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇരിക്കുന്ന ഡെസ്കിലാണ് ഇരുന്ന് ചെയ്യുന്നതെങ്കിലും വാട്സപ്പും ഇമെയിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലൂടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നതാണ് ടെക്നോളജി അറിയുന്ന ആളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളിനെ ടെക്നോളജി അറിയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ്. ചിലർ വരുന്ന ആൾക്കാർ ട്രെയിനബിൾ ആയിരിക്കുകയില്ല. അവർക്ക് നേരത്തെ പഠിച്ചത് മാത്രം പഠിച്ചുകൊണ്ടിരുന്ന പുതിയൊന്നും പഠിക്കാൻ പറ്റാത്ത ആളാണ്. പഠിച്ചതൊന്നും മറക്കൂല. പുതിയൊന്നും പഠിക്കാൻ പറ്റില്ലെങ്കിൽ അയാളെ കൊണ്ട് നമുക്ക് ഉപയോഗിക്കില്ല. വരുന്ന സമയത്ത് അയാൾ പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. സംഭവം നമ്മൾ നോക്കുമ്പോൾ ശരിയായി ചെയ്ത കാര്യങ്ങൾ പറ്റും, പക്ഷെ പുതിയ കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ കുറെ കാര്യങ്ങൾ പരീക്ഷ നിങ്ങളെ അഡ്രസ് ഒക്കെ ചോദിച്ചിട്ട് അത് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ ആഫീസ് വിളിക്കും. അതുകൊണ്ട് നമ്മൾ പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് ക്ലാസ് തുടങ്ങി. അടുത്ത വെബിനാർ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തു. വെബിനാർ ക്ലാസ് അടുത്ത ആഴ്ച തുടങ്ങും. 2 ആഴ്ച നിങ്ങൾ പരസ്യം കണ്ടു കാണും. അധ്യാപകരെ വേണം, അധ്യാപികരെ വേണം എന്ന് പറഞ്ഞിട്ട് പരസ്യം കണ്ടു. അധ്യാപകരെ കിട്ടി. നമ്മൾ എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, നമ്മളെ സ്റ്റുഡൻസ് തന്നെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല.
അപ്പോൾ ക്ലാസ് തുടങ്ങും, ഷെഡ്യൂൾ ചെയ്തു, ക്ലാസ് തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പ്രൊജക്ട് വർക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറെ കാര്യങ്ങൾ എന്താണ് മാറ്റി വയ്ക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സമയത്ത് തിരിച്ചയച്ചിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മാറ്റി വയ്ക്കാൻ പറ്റുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് പരിഹരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.